പ്രൈസ് ദി ലോർഡ്. നമുക്ക് വെളിപാട് പുസ്തകം 21 4 വാക്യം വായിക്കാം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതിയതാകുന്നു എന്ന് അരുളിച്ചെയ്തു. ദൈവമക്കളെ, ഇവിടെ അപ്പോസ്തലനായ യോഹന്നാന് ദൈവം കൊടുത്ത വെളിപാടാണിത്. ദൈവം പുതിയ യെരൂശലേം, പുതിയ സിയോൻ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നമുക്ക് ദുഃഖങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ നമ്മൾ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളാമെന്ന് യോഹന്നാൻ 14 ദൈവം നമ്മെ, യേശു കർത്താവ് വാമൊഴിയായി നമ്മോട് പറയുകയാണ്. ദൈവം നമുക്ക് ഭവനമൊരുക്കുവാൻ പോവുകയാണ്. ആ ഭവനമൊരുക്കിയാൽ യേശു കർത്താവ് ഇരിക്കുന്നിടത്ത് തന്നെ നമ്മെ ഇരുത്തുവാൻ അവൻ മധ്യാകാശത്തിൽ വന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തി, ഹല്ലേലൂയ, നമ്മെ അവിടെ കൊണ്ടുപോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താണ്? അവൻ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം അവൻ തുടച്ചു കളയുകയാണ്. അവിടെ ഇനി ദുഃഖമുണ്ടാകുകയില്ല, അവിടെ ഇനി നിലവിളി ഉണ്ടാവുകയില്ല. അവിടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, അതവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ഒന്നാമത്തേത് ഹല്ലേലൂയ കഴിഞ്ഞുപോയി. ഹല്ലേലൂയ, പുതിയ യെരൂശലേം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങിയ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ കാണുന്ന ആ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. യോഹന്നാൻ പറയുകയാണ്, ഹല്ലേലൂയ, പഴയത് അതുണ്ടല്ലോ, ആ പഴയത് അത് കഴിഞ്ഞുപോയി, ഇനി എല്ലാം പുതിയതാണ്. പുതിയ ആകാശം, പുതിയ ഭൂമിയാണ്. അവിടെ സാറാപ്പോൾ 2 കൊണ്ട് പാദം മൂടി 2 കൊണ്ട് പറന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്കവിടെ കാണുകയാണ്. ഒരുത്തൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ, 24 മൂപ്പന്മാർ തന്റെ കിരീടങ്ങളെ താഴ്വച്ച് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്ത് വിളിക്കുന്നത് നമ്മൾ അവിടെ കാണുകയാണ്. അവിടെ ആർക്കും ദുഃഖമില്ല, പ്രയാസമില്ല. ഹല്ലേലൂയ, അവിടെ ഒരു മരണവുമില്ല. കാരണം മരണം നീങ്ങിപ്പോയി. പാപത്തിന്റെ ശമ്പളമാണ് മരണം. ഹല്ലേലൂയ, അവിടെ പാപമില്ല. പാപം ഇല്ലാത്ത ഒരു യേശുവിന്റെ സന്നിധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിത്യമായ സന്തോഷമാണ്. ഹല്ലേലൂയ, നമ്മുടെ ദുഃഖങ്ങള്, നമ്മുടെ കരച്ചില്, നമ്മുടെ വേദനകള് എല്ലാം അവിടെ നമ്മൾ മാറുകയാണ്. അതാണ് പുതിയ ആകാശം, പുതിയ സിയോനിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. ആ സിയോനിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ നമുക്കുണ്ടായിരുന്ന വേദനകളുണ്ടല്ലോ, കണ്ണുനീരുണ്ടല്ലോ, ദൈവം ഇതെല്ലാം മാറ്റിക്കളയുകയാണ്. എപ്പോഴും സന്തോഷമാണ്. ഹല്ലേലൂയ, അതാണ് ദൈവത്തിന്റെ രാജ്യം. ആ ദൈവരാജ്യത്തിൽ ദുഃഖമില്ല, പ്രയാസമില്ല, വേദനയില്ലാത്ത ഒരു രാജ്യമാണ്. അവിടെ ദൈവം നമ്മെ വീണ്ടെടുത്ത് ഇരിക്കുകയാണ്. ഹല്ലേലൂയ, യേശു കർത്താവ് തന്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത് നമ്മെ അവിടെ കൊണ്ടുപോകുമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്ത യേശു കർത്താവ്, ഹല്ലേലൂയ, യേശു കർത്താവ് നമ്മോട് പറയുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ആർക്കും ഹല്ലേലൂയ ദുഃഖമില്ല, പ്രയാസമില്ല, വേദനയില്ലാത്ത ആ സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവചനം 25 8 വാക്യത്തിൽ അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, മരണത്തെ അവൻ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ഹല്ലേലൂയ, ആ ദൈവം തമ്പുരാൻ പറയുകയാണ്. യെശയ്യാ പ്രവചനൻ തന്റെ പ്രവചന ആത്മാവിൽ പറയുകയാണ്, പുതിയ യെരൂശലേമിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ മരണത്തെ സദാകാലത്തേക്ക് നീക്കളയും. അവിടെ ആർക്കും മരണമില്ല. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീര് നീക്കിക്കളയും. അവിടെ നമുക്ക് ദുഃഖമില്ല, പ്രയാസമില്ല, എപ്പോഴും സന്തോഷമാണ്. ഹല്ലേലൂയ, ദൈവം അതെല്ലാം നീക്കിക്കളയുമെന്ന് നാം അവിടെ പറയുകയാണ്. യെശയ്യാ പ്രവചനം 35 10 വാക്യത്തിൽ വീണ്ടും പറയുകയാണ് യെശയ്യാവ്, ഹല്ലേലൂയ, പ്രവചനാത്മാവിൽ വീണ്ടും ദൈവം യെശയ്യാവിലൂടെ പറയുകയാണ്, അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെടുന്നവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും.
അത് യഹോവയാൽ വീണ്ടെടുത്ത വിശുദ്ധിയോടെ ജീവിച്ച ദൈവത്തിന്റെ ജനം, അവര് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം സിയോനിലേക്ക് വരികയാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഹല്ലേലൂയ! ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. ഉല്ലാസഘോഷം. ഒരു 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 പശുക്കുട്ടി ഹല്ലേലൂയ പാല് കുടിച്ച് നിറഞ്ഞ് തുള്ളിച്ചാടി തൊഴുത്തിൽ നിന്ന് വരുന്ന പോലെ ഹല്ലേലൂയ അവൻ ഉല്ലാസത്തോടെയാണ് അവിടെ വരുന്നത്. അവന്റെ നിത്യ ആനന്ദം അവൻ്റെ തലമേലുണ്ടാവും. അവനിൽ നിത്യ ആനന്ദമുണ്ടാകും. അവന് ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അവൻ്റെ മേഘത്തിൽ നിന്ന് ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകുമെന്ന് ഹല്ലേലൂയ. ദുഃഖവും നെടുവീർപ്പും മാറിപ്പോകുമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഉല്ലാസവും സന്തോഷവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് പുതിയ യെരൂശലേമിനെ പറ്റി പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ തന്റെ പ്രവചനാത്മാവില് ദൈവം തന്നെ കൊടുത്ത ജ്ഞാനമനുസരിച്ച് ദൈവം പൗലോസിലൂടെ പറയുകയാണ്. പുതിയ യെരൂശലേമിനെ പറ്റി, പുതിയ സിയോനിനെ പറ്റി പറയുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ വാമൊഴിയായി പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ദൈവം യേശു കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തത് എന്താണ്? നമുക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കുവാനാണ് യേശു കർത്താവ് പോകുന്നത്. ആ ഭവനമൊരുക്കി കഴിയുമ്പോൾ ദൈവം യേശു കർത്താവ് ഇരിക്കുന്നിടത്ത് തന്നെ നമ്മെ ഇരുത്തുന്നതിന് അവൻ വന്ന് നമ്മെ ചേർത്തുകൊള്ളുമെന്ന് അവൻ നമ്മോട് പറയുകയാണ്. 1 കൊരിന്ത്യർ 15 54 വാക്യത്തിൽ ഹല്ലേലൂയ വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി. ഹല്ലേലൂയ. ഈ ശരീരമുണ്ടല്ലോ, ഈ ദ്രവിക്കുന്ന ശരീരം, ഈ മാറിപ്പോകുന്ന ശരീരമുണ്ടല്ലോ, അത് ദ്രവിക്കാത്ത ഒരു ശരീരം, മർത്യമായത് ഹല്ലേലൂയ നൈമിഷികമായത് അമർത്യമായത് നമുക്ക് കിട്ടും. നിത്യമായ ഒരു ശരീരം നമുക്ക് കിട്ടും. ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. അങ്ങനെ നമ്മൾ സിയോനിൽ എത്തുമ്പോൾ, പുതിയ യെരൂശലേമിൽ എത്തുമ്പോൾ ഹല്ലേലൂയ ഈ ദ്രവത്വമുള്ള ശരീരം മാറി ആ അദ്രവത്വത്തെയും മർത്യമായത് മാറി അമർത്യമായ ശരീരത്തെയും നമുക്ക് പ്രാപിക്കുവാൻ കഴിയുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രവചനാത്മാവിൽ നമ്മോട് പറയുകയാണ്. അങ്ങനെ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ നമുക്ക് നിത്യ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉളവാകുമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. വെളിപാട് പുസ്തകം 7 വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, സിംഹാസനത്തിൽ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകൊള്ളുകയും ചെയ്യും. സിംഹാസനത്തിന്റെ മധ്യത്തിലുള്ള കുഞ്ഞാട്, അതായത് യേശു കർത്താവ് നമ്മെ മേയിച്ച് നമുക്ക് ദൈവവചനങ്ങളെ പറഞ്ഞു തന്ന് നമ്മെ വഴി നടത്തി എന്താണ്? ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തും. അതായത് ജീവജലത്തിന്റെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. അതാണ് അവിടെ നിന്നാണ് ഉറവുകൾ പുറപ്പെടുന്നത്. ആ ഉറവയുടെ സന്നിധിയിലേക്ക് ദൈവം തന്നെ യേശു കർത്താവ് നമ്മെ നടത്തുകയാണ്. ദൈവം താന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നമ്മളവിടെ എത്തിച്ചേർന്നാൽ അവന്റെ കണ്ണിൽ നിന്നെല്ലാം എന്താണ്? കണ്ണുനീര് തുടച്ചു കളയുമെന്ന് ദൈവം അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഈ ഭൂമിയിലുള്ള ദുഃഖം, പ്രയാസം, വേദനകള് അത് കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ യേശുവിനോടുകൂടെ നിത്യമായി അവന്റെ സന്നിധിയിൽ സന്തോഷിച്ച് ഉല്ലസിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പശുക്കുട്ടി ഹല്ലേലൂയ പാല് കുടിച്ച് വയറ് നിറഞ്ഞിട്ട് തൊഴുത്തിൽ നിന്ന് തുള്ളിച്ചാടി വരുന്നത് പോലെ നമ്മൾ ആ അമിതമായ സന്തോഷത്തോടെ ദൈവസന്നിധിയില്, സിയോനില്, പുതിയ യെരൂശലേമിൽ അവിടെ മരണമില്ല,
വൻ സന്തോഷം മാത്രമേ ഉള്ളൂ. സാരാപ്പുകള് രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന നമുക്ക് കാണാം. 24 മൂപ്പന്മാര് തങ്ങളുടെ കിരീടങ്ങളെ താഴ്വച്ച് അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്ത് വിളിക്കുന്നത് കാണാം. രാത്രി എന്നോ പകലൊന്നോ ഇല്ലാതെ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന നമുക്കൂടെ കാണാം. ഹല്ലേലൂയ. നമ്മുടെ ഈ മർത്യമായ ഈ ശരീരമുണ്ടല്ലോ, ഈ നശിച്ചു പോകുന്ന ശരീരം മാറി അമർത്യമായ നശിച്ചു പോകാത്ത ഒരു ശരീരം ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്തുതിക്കും. അതാണ് യേശു കർത്താവ് നമ്മോട് പറഞ്ഞത്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. 21 അധ്യായം 4 വാക്യം. അതായത് വെളിപാട് പുസ്തകം 21:4. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. അതായത് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്ത് നമുക്ക് ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്, കഷ്ടപ്പാടുണ്ട്. യേശുവിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നാൽ വേദനയില്ല, കഷ്ടപ്പാടില്ല. ഈ ശരീരം മാറി പുതിയൊരു ശരീരം ദൈവം നമുക്ക് തരും. അവിടെ വേദനയോ കഷ്ടപ്പാടമോ ദുഃഖമോ മുറവിളിയോ ഇല്ലാതെ എപ്പോഴും സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉല്ലസിക്കുന്ന ഒരു ശരീരം നമ്മൾ പ്രാപിക്കുമെന്ന് യോഹന്നാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവൻ അവരുടെ കണ്ണിൽ നിന്ന്, ദൈവമക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ഈ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ആമേൻ.